അടുത്ത ആഴ്ച വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഒരു മാർക്ക് പ്രതീക്ഷിക്കാവേ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവുക. ലഹരി മരുന്ന് വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ്. ആദ്യത്തെ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ്. അടുത്ത പോയിന്റ്, mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ ഏതാണ്? എൻഡറോമിക്സ് വാക്സിൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. പഠിച്ചു വെച്ചോളൂ. mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ ഏതാണ്? എൻഡറോമിക്സ്. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാനായി വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ആണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്, 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ഹേഗ് ആണ് കേട്ടോ. നെതർലൻഡിലെ ഹേഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ഹേഗ്, നെതർലാൻഡ്സ്. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 വേദി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 വേദി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീലാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീലും. അതുപോലെ തന്നെ 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 വേദിയാകാൻ പോകുന്നത് ഇന്ത്യയിലുമാണ്. അടുത്ത പോയിന്റ്, 2025 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് മാറ്റത്തിന് വിധേയമാകുക എന്നാണ്. എയ്ഡ്സ് മാറ്റത്തിന് വിധേയമാകുക എന്നുള്ളത്. അപ്പൊ എന്താണ് 2025 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് മാറ്റത്തിന് വിധേയമാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എയ്ഡ്സ് ദിനം എന്താണെന്നറിയാലോ? ലോക എയ്ഡ്സ് ദിനം December 1 ലോക എയ്ഡ്സ് ദിനം. അടുത്ത ചോദ്യം, 2025 നവംബറിൽ വിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു ആണ് കേട്ടോ. അപ്പൊ 2025 നവംബറിൽ വിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു. അടുത്ത കണക്ട് ചെയ്തുള്ള അടുത്തൊരു പോയിന്റ് ആണ്, ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനായി ആരംഭിച്ച രക്ഷാദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു.
അപ്പൊ എന്താണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനായി ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ഇന്ത്യയിൽ ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? കെമ്പേഗൌഡ രാജ്യാന്തര വിമാനത്താവളം ബാംഗ്ലൂരാണ്. അതായത് ഇത്രയേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? കെമ്പേഗൌഡ രാജ്യാന്തര വിമാനത്താവളം, ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളം, ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പോസിറ്റീവ് വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളം, ന്യൂഡൽഹി. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരം ഏതാണ്? അമ്പലവയലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലാണ്. കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരം ഏതാണ്? അമ്പലവയലാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? എസ് സോമനാഥിനാണ്. എസ് സോമനാഥ് ആരാണ്? മുൻ ISRO ചെയർമാനാണ്. പഠിച്ചു വെക്കുക. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? എസ് സോമനാഥ്. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ആരാണ്? പായൽ കബാഡിയ. അപ്പൊ എന്താണ്? 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ആരാണ്? പായൽ കബാഡിയാണ്. ഐക്യരാഷ്ട്രസഭ ആദ്യമായി ലോക തടാക ദിനം ആചരിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 27 കേട്ടോ. അപ്പൊ ഐക്യരാഷ്ട്രസഭ ആദ്യമായി ലോക തടാക ദിനം ആചരിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 27. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? വെനീറ ഡി ആണ് കേട്ടോ. വെനീറ ഡി ആണ്. അപ്പൊ എന്താണ്? ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? വെനീറ ഡി ആണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വനാമൃതമാണ് കേട്ടോ. വനാമൃതമാണ്. അപ്പൊ എന്താണ്? വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വനാമൃതം പദ്ധതി. അടുത്തത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ക്ലാസ്സസ് വരുന്നത്. അതായത് 1 hour ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. നിങ്ങൾക്കറിയാം ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഏതൊക്കെയാണ് ഇനി വരുന്ന പരീക്ഷകൾ? ബിവറേജ് LDC വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, തുടങ്ങി സിവിൽ പോലീസ് ഓഫീസർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങി നിരവധി ഡിഗ്രി ലെവൽ, +2 ലെവൽ, യൂണിഫോം ലെവൽ, അതുപോലെ തന്നെ 10th ലെവൽ പരീക്ഷകളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സിനൊരു ചിട്ടയായ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് ബേസ് ചെയ്ത് നമ്മളൊരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കോഴ്സാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ക്ലാസ്സുകളായിരിക്കും. ഇതിനു മുമ്പേ നമ്മൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. കാലാവധി വെറും 6 മാസമാണ് കാലാവധി വരുന്നത്. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് തറവാക്കി വെക്കാൻ സാധിക്കുന്നതാണ് വെറും 200 രൂപയ്ക്ക്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം.
അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സസ് ആയിരിക്കും ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ഏതാണ്? ദീപാവലിയാണ് കേട്ടോ. അപ്പോൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ഏതാണ്? ദീപാവലി. രാജ്യത്തിലാദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രാജ്യത്തിലാദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതിയിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതി, ആന്ധ്രാപ്രദേശ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് കേട്ടോ. അപ്പൊ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 2025 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് കേട്ടോ. അപ്പൊ 2025 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ് കേട്ടോ. 274 ഉപഗ്രഹങ്ങളാണ്. അപ്പൊ എന്താണ്? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. 274 ഉപഗ്രഹങ്ങളാണ് ഉള്ളത് നിലവിൽ. അടുത്തത് 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുപ്രിയ സാഹുവിനാണ്. 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? സുപ്രിയ സാഹുവിനാണ്. 2025 ഡിസംബർ മാസം ഇസ്രയേലിന്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹുപ്പോയെ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മഞ്ഞപ്രയാണ് കേട്ടോ. മഞ്ഞപ്ര. അപ്പൊ 2025 ഡിസംബർ മാസം ഇസ്രയേലിന്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹുപ്പോയെ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മഞ്ഞപ്രയാണ്. കാഴ്ച വെല്ലുവിളികൾ നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ദീപ്തി ബ്രെയിൻ പദ്ധതിയാണ്. അപ്പൊ കാഴ്ച വെല്ലുവിളികൾ നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ദീപ്തി ബ്രെയിൻ പദ്ധതിയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? VBG റാംജി ആണ് കേട്ടോ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? VBG റാംജി പദ്ധതിയാണ്. അടുത്ത പോയിന്റ്, അടുത്തിടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? വയോരക്ഷയാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? വയോരക്ഷ പദ്ധതിയാണ്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്, മലപ്പുറം ജില്ലയിലെ. അപ്പൊ രാജ്യത്ത് 100%, അതായത് 100% അർബുദ സാക്ഷരത നേടുന്ന, ക്യാൻസർ സാക്ഷരതയാണ്, അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി ഇതുപോലെപ്പെട്ട പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് മുമ്പുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ് ടു ഡേറ്റ് കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കറണ്ട് അഫയേഴ്സ് ബാച്ച് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ള കൂട്ടുകാർ ആ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സുമായിട്ടൊക്കെ ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. താങ്ക് യു.